ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിന് പറ്റിയ ഒരു ക്രീം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രീമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ഇതുപോലുള്ള ഒരു ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് ഇതേപോലെ ഒന്ന് ചെറുകിയെടുക്കുക. ഇത് പുഴുങ്ങിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചിലർ ചോദിക്കാറുണ്ട് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണോ ഇങ്ങനെ ചെറുകിയെടുക്കുന്നതെന്ന്. പുഴുങ്ങാത്ത ഉരുളക്കിഴങ്ങാണ്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ ഒന്ന് ചെറുകിയെടുക്കുക. ഇങ്ങനത്തെ സ്ക്രാപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ എല്ലാന്നാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നിങ്ങൾക്ക് അടിക്കുക. പക്ഷേ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചാൽ നമ്മൾ വിചാരിച്ച പോലെ പെർഫെക്റ്റ് ആയിട്ട് ഇതിൻ്റെ നീര് നമുക്ക് കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ചെറുകിയെടുക്കുന്നത്. ഇങ്ങനെ ചെറുകിയെടുത്താൽ നമുക്ക് നമ്മൾ ഒന്ന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പം തന്നെ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ നീര് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊരു നൈറ്റ് ക്രീമാണ്. ഇത് നൈറ്റ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 10 ദിവസമല്ലോ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ 10 ദിവസത്തിനെല്ലാം വേണ്ടുന്ന അത്രയും മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇനി നിങ്ങൾക്ക് ഇത് കുറച്ച് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് ബാക്കി കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഉരുളക്കിഴങ്ങ് ഒന്ന് ചെറുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നീര് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഒരു അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കുക എന്നാണെങ്കിൽ അത്രയും നല്ലത്. ഇത് കണ്ടോ, ഇത് ജസ്റ്റ് ഞാൻ കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നീര് കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതേപോലെ നമുക്ക് കിട്ടും ഇങ്ങനെ ചെയ്തെടുത്താൽ. അതേ സ്ഥാനത്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിക്കുക എന്നാണെങ്കിൽ അരിപ്പയിൽ കൂടി അരിച്ചെടുക്കുന്ന സമയത്ത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നിങ്ങൾ ഈ പൊട്ടാറ്റോ അടിക്കുന്നേരം ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് അടിക്കണം. അടിച്ചിട്ട് ഒരു അരിപ്പയിൽ കൂടി വേണം ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നീര് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു നീര് നമ്മൾ ഒരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ക്രീം തയ്യാറാക്കുന്നത്. ഈ പൊട്ടാറ്റോൻ്റെ സ്റ്റാർച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ക്രീം തയ്യാറാക്കുന്നത്. അപ്പോൾ പൊട്ടാറ്റോൻ്റെ സ്റ്റാർച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് അനക്കാണ്ട് നമ്മളൊരു 10-15 മിനിറ്റ് ഒന്ന് വെക്കണം. ആ സമയത്ത് ഇതിൻ്റെ സ്റ്റാർച്ച് എല്ലാം അടിയിലേക്ക് ഊറി നിൽക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളവും ആ സ്റ്റാർച്ചും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10-15 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ ഇത് എടുക്കുമ്പോൾ നമുക്ക് സ്റ്റാർച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, സെപ്പറേറ്റ് ആയിട്ട് സ്റ്റാർച്ചും വെള്ളവും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റാർച്ചാണ് നമുക്ക് ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ പൊട്ടാറ്റോ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ഇനി ആ സ്റ്റാർച്ചിലേക്ക് ഞാനൊരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ ഓയിലി സ്കിന്നുള്ളവരെ ഒക്കെ ആണെങ്കിൽ 1 മതി, അല്ലാത്തവർക്ക് 2 പൊട്ടിച്ച് വയ്ക്കുക. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മൾ അലോവേര ജെൽ എത്രത്തോളം ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നോ അത്രത്തോളം കട്ടിയിൽ ഈ ഒരു ക്രീം കിട്ടും. പക്ഷേ അലോവേര ജെല്ല് നമ്മൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് വേണം വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുകയാണ്. അപ്പോൾ ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ ഞാൻ കുറച്ചും കൂടിയും അലോവേര ജെല്ലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കും. ഒരുപാട് ഫസ്റ്റ് തന്നെ ഇട്ടിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് രണ്ടാമത് 1 ടേബിൾ സ്പൂണോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര കട്ടി വേണമെന്ന് വെച്ചാൽ ആ ഒരു കട്ടിക്ക് നിങ്ങൾക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അടുത്ത് ആൽമണ്ട് ഓയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആൽമണ്ട് ഓയിലും കൂടി യൂസ് ചെയ്യാനാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടിയും അലോവേര ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി കിട്ടും. അധികം ഭയങ്കര തിക്കായിട്ടുള്ള ക്രീമൊന്നും ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞ അളവിനെല്ലാം എടുക്കുക എന്നാണെങ്കിൽ ഏകദേശം 2 ടേബിൾ സ്പൂൺ അലോവേര ജെല്ല് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഏകദേശം നമ്മളിങ്ങനെ അടിച്ചെടുക്കുന്ന ആ ഒരു ബീറ്റ് ചെയ്ത് എടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അതിങ്ങനെ കട്ടിയായി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാം കൂടി നന്നായി പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്കിത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ അടുത്ത് ആൽമണ്ട് ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആൽമണ്ട് ഓയിലും കൂടി ഇതിലേക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇതെപ്പോൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ സാധാരണ നമ്മൾ ക്രീം എങ്ങനെയാണോ മുഖത്ത് തേക്കുക അതേപോലെ തേച്ചിട്ട് കിടന്നാൽ മതി. അതായത് സ്കിന്നിലേക്ക് ഡാബ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് ഫേസ് പാക്കെല്ലാം ഇടുന്ന പോലെ അങ്ങിട്ട് വെച്ച് അങ്ങനെയല്ല, സാധാരണ നമ്മൾ ഈ ഫെയർ ലവ്ലി പോലത്തെ ക്രീമെല്ലാം എങ്ങനെ യൂസ് ചെയ്യുക അതേപോലെ. അപ്പോൾ ഞാനിതൊരു ഗ്ലാസ് കണ്ടെയ്നറിൽ, ഒരു ചെറിയൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുകയാണ്. ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി ഫ്രിഡ്ജില്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് വേണമെങ്കിലും വെക്കുക. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്ത് കൊടുത്തത് കൊണ്ട് നമുക്ക് പുറത്ത് വെച്ചാലും ഇത് ചീത്തയാവാണ്ട് നിൽക്കും. അപ്പോൾ ഇതുപോലുള്ള കണ്ടെയ്നറിൽ അടച്ച് വെച്ചിട്ട്
സൂക്ഷിക്കുക. ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതേപോലെ രാത്രി ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇതേപോലെ അന്ന് എബ്സോർബ് ആയിട്ട് പോയിക്കോളും കേട്ടോ. നമ്മളെ സ്കിന്നിലേക്ക് അത് എബ്സോർബ് ആയിട്ട് പോയിക്കോളും. ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ദിവസം ഇങ്ങനെ തേക്കുകയാണെങ്കിൽ മുഖത്തെ കറുപ്പും കരിവാളിപ്പും എല്ലാം മാറി മുഖം നല്ല നിറം വരാൻ സഹായിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.